ഈ ലോകത്തോട് ഇന്ത്യ എന്ന ഈ മഹാരാജ്യം പാലസ്തീൻ പോരാളികളൊപ്പമാണ് ഒരുതുന്ന സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഒപ്പമാണ് എന്ന് അടയാളപ്പെടുത്തിയ ചരിത്രമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇപ്പോഴെന്താണ് സ്ഥിതി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളെ പരിപൂർണമായിട്ട് പിന്തുണക്കുന്ന മൗനമാണ് ഇന്ത്യ ഗവൺമെന്റ് നരേന്ദ്രമോദി ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാസ്പോർട്ട് ഓഫീസുമായിട്ട് ബന്ധിപ്പിച്ച് കാര്യങ്ങൾ പരിശോധിച്ചാൽ ആ പാസ്പോർട്ടിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രവേശനമില്ലാത്ത അല്ലെങ്കിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത രാജ്യത്തിന്റെ പേര്. ആ ഒരു പേരാണ് ഇസ്രയേൽ. യാതൊരുതര നയതന്ത്ര ബന്ധവുമില്ല, ഇന്ത്യക്കാർ സന്ദർശിക്കേണ്ടുന്ന ഒരു രാജ്യവുമല്ല ഇസ്രയേൽ. ആ കടുത്ത നിലപാട് സ്വീകരിച്ച രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ എല്ലാ കാലത്തും പാലസ്തീൻ ജനതയോടൊപ്പമായിരുന്നു, പൊരുതുന്ന ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ ശക്തികൾക്കൊപ്പമായിരുന്നു. ഇപ്പോഴത് പൂർണ്ണമായിട്ടും മാറ്റി സാമ്രാജ്യത്വ ശക്തികൾക്ക് കീഴടങ്ങിയ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറുകയാണ്. ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൂട്ടക്കുരുതിക്കെതിരായി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വംശഹത്യ, ഒരു വംശം തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കുട്ടികളെയും സ്ത്രീകളെയും പൂർണ്ണമായിട്ട് സർവനാശം, ആ സർവനാശത്തിലേക്ക് നയിക്കുന്ന ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പിന്തുണയാണ്. ഇസ്രയേലിന് അമേരിക്കയുടെ പിന്തുണയാണ്. ആ പിന്തുണയോടൊപ്പം തന്നെ പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ നിൽക്കുകയാണ്. നമുക്ക് അപമാനകരമായ ഒരവസ്ഥയാണ്. തീവ്ര വലതുപക്ഷത്തിന്റെ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് അമേരിക്ക നിലകൊള്ളുന്നത്, സാമ്രാജ്യത്വം പൊതുവെ. ആ തീവ്ര വലതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് ഒരു രാഷ്ട്രം ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്ന, അതിന്റെ രാഷ്ട്രീയ നേതൃത്വമായി പ്രവർത്തിക്കുന്ന ബിജെപിയും സംഘപരിവാര വിഭാഗങ്ങളും ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ ശക്തികളെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ മനസ്സിലാക്കാതെ ഇന്ത്യയെ അപമാനിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം.